என்னுடைய நெற்றி உன்னை பற்றி கூறுதே, உள்ளிருக்கும் பொட்டு உந்தன் குட்டு சொல்லுதே. என்னுடைய பார்வை கழுகு பார்வை தெரிஞ்சுக்கோ, எனக்கு இருக்கும் சக்தி பராசக்தி புரிஞ்சுக்கோ. கால் கொலுசு தான் கலக்குது, கையின் வளையல் காது குளிர கானம் பாட. അല്ല, നമ്മള് വർത്തമാനം പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. എനക്ക് വിശക്കൊന്നും ഫുഡൊന്നും ആയില്ലേ? ഓ, ഇങ്ങനെ ഒരു തീച്ചിപ്പണ്ടാരം. ആ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ആ, എന്നാ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാലോ. ഹലോ ഹലോ, ഇതാരാ? മിത്രയല്ലേ? ഞാൻ KN ഗ്രൂപ്പ്സിന്റെ മാനേജർ ആണ്. അതെ സർ, പറയൂ. മിത്ര, സാറ് പറഞ്ഞാണ് എന്നെ വിളിക്കുന്നത്. സാറിന് തന്റെ നമ്പർ ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ ഷാർപ്പ് 8:30 ആകുമ്പോൾ സാറിന് വീട്ടിൽ പോയി സാറിന് പിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 8:15 ആകുമ്പോൾ തന്റെ ഹൗസിന്റെ മുമ്പിൽ ഒരു കാറ് വരും. അത് സാറിന്റെ കാറായിരിക്കും. അതിൽ പോയിട്ട് വേണം സാറിനെ കൂട്ടാനായിട്ട്. ആ സർ, ഓക്കെ. ഞാൻ നാളെ സാറിനെ പിക്ക് ചെയ്തോളാം. കണ്ടോടി, കടുവ കളി തുടങ്ങി. ഇത്രയും വലുതാണെന്ന് ഞാൻ അറിഞ്ഞില്ല മിത്രേ. ഇനി നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ, നമ്മളെന്തായാലും ഇതിനെ ഇറങ്ങി തിരിച്ചില്ലേ. എന്നെന്തായാലും ഇത് ചെയ്തല്ലേ പറ്റൂ. വാ, കിടക്കാം. സമയം പോന്നറിയില്ല. നിനക്ക് നാളെ രാവിലെ പോണ്ടല്ലേ? രേണു, ഫുഡായില്ലേ? ആ ഏട്ടാ, ടേബിളിന്റെ ഫുൾ ലിസ്റ്റ് ഉണ്ട്. അല്ല, നീ കഴിക്കുന്നൊന്നുമില്ലേ? അത് ദേവേട്ടാ, ഇപ്പം മോൻ വരുമല്ലോ, അപ്പം മോന്റെ കൂടെ ഇരുന്ന് കഴിക്കാന്ന് കരുതി. എന്തെങ്കിലും ചെയ്. നാളെയല്ലേ നമ്മുടെ പാർട്ട്നേഴ്സിന്റെ പാർട്ടി ഉള്ളത്, പോണ്ടേ? ആ ഏട്ടാ, മോൻ വരുമോ? എനിക്ക് കുറച്ച് ഫയൽസ് നോക്കാനുണ്ട്, ഞാനത് നോക്കട്ടെ. രേണു, പിന്നെ മോമന്റ് ഭക്ഷണം കഴിച്ച് കിടന്നു കേട്ടോ. ആ ഏട്ടാ. അല്ല, അമ്മ കിടന്നില്ലായിരുന്നോ? അമ്മക്ക് കിടന്നൂടെ? ലേറ്റ് ആയില്ലേ? മോൻ ഫുഡ് കഴിക്കുന്നില്ലേ? ബാ, ഫുഡ് കഴിക്കാം. മോനത് എത്ര ലേറ്റ് ആയി? അത് അമ്മ, ഓഫീസിൽ നിന്ന് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അത് ചെയ്ത് വരുമ്പോഴത്തേക്ക് ലേറ്റ് ആയി. പിന്നെ എനിക്ക് ഫുഡ് വേണ്ട, എനിക്ക് വിശപ്പില്ല. നീ കഴിക്കുന്നില്ലേ? വേണ്ടമ്മ, വിശപ്പില്ല, ഞാൻ പോവാ. നീ കഴിക്കുന്നില്ലേ? എന്നാ പിന്നെ എനിക്കും വേണ്ട, ഞാനും പോയി കിടക്കട്ടെ. അമ്മേ, നിക്ക്, വാ, ഞാൻ ഫുഡ് കഴിക്കാം. അമ്മയും വാ. എന്ത് പറ്റി മോനെ? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഓഫീസില്? ഒരു മൂഡ് ഓഫ്? ഏയ്, ഒന്നുമില്ലല്ലോ അമ്മേ. വാ, അമ്മ ഇങ്ങോട്ടോ, എനിക്ക് അമ്മേന്റെ മടി കിടന്ന് ഉറങ്ങണം. അമ്മേ, പിന്നെ പറയാൻ വിട്ടുപോയി, നമ്മുടെ കമ്പനിയില് എന്റെ പുതിയ PA വന്നിട്ടുണ്ട്, മിത്രാന്ന പേര്. നാളെ ഇവിടെ വരും. അച്ഛനോട് പറയണം കേട്ടോ. ആ മോനെ, മോൻ കിടക്കും.
അന്നമ്മോ, ഞാൻ ഇറങ്ങുന്നേടി. ആ ആരാ? മാഡം, ഞാൻ കാശി സാറിന്റെ പുതിയ PA ആണ്. ഓ, മോളാണോ? മോളുടെ കാര്യം കണ്ണൻ ഇന്നലെ പറഞ്ഞായിരുന്നു. കണ്ണനോ? അതാരാ? അതാണ് മോളുടെ കാശി സർ. വീട്ടിലെ കാശിയെ കണ്ണൻ എന്നാ വിളിക്കുന്നത്. മോളവിടെ പോയിക്കോ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. സ്റ്റെപ്പ് കയറി കഴിഞ്ഞാല് ആദ്യം കാണുന്ന റൂമായിരിക്കും. ഇങ്ങനെ മാത്രമേ ഉള്ളൂ ഈ ഒരു മുരടൻ സ്വഭാവം. ആ അമ്മേന്റെ മോൻ തന്നെയാണോ അമ്മോ? ഇതെന്താ, മാംസപിണ്ഡമോ? വാട്ട്? എന്താ എന്താ നീ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല സാർ. സാർ എന്നോട് 8:30 ആകുമ്പോ വരാൻ പറഞ്ഞു. ആ 5 മിനിറ്റ്സ് താൻ താഴെ ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ആ ശരി സാർ. ഗുഡ് മോർണിംഗ് സാർ. ആ കുട്ടിയാണല്ലേ പുതിയ PA? കണ്ണൻ പറഞ്ഞായിരുന്നു. എങ്ങനെയാണ് അവന്റെ ക്യാരക്ടർ? എടുത്തു ചാടിയുള്ള പെരുമാറ്റമാണ്, പക്ഷെ ആള് പാവാണ് കേട്ടോ. നോൺസെൻസ് നോൺസെൻസ്. അയ്യോ പാവം മനുഷ്യൻ, ഇതുപോലെ തങ്കപ്പെട്ട മനുഷ്യൻ വേറെ എവിടെ ഉണ്ടാവില്ല. സാർ ഓഫീസിൽ നിന്ന് കാണാം അയാളുടെ തനി കോണം. ആരൊക്കെയിട്ട് പൊരിക്കാന്ന് കാണാം. മോള് നീ കഴിച്ചായിരുന്നോ? മോളുടെ പേര് മിത്ര അല്ലേ? ആ അതെ സാർ. ഇല്ല, ക്യാൻറ്റീനിന്ന് കഴിക്കണം. എന്നാ പിന്നെ ഇവിടുന്ന് കഴിച്ചിട്ട് പോയിക്കോ മോളെ. അമ്മേ, ആ കണ്ണാ, വാ കഴിക്ക്. വേണ്ടമ്മേ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഇല്ല, കഴിച്ചിട്ട് പോയാൽ മതി. ഈ കുട്ടി ഒന്നും കഴിച്ചിട്ടില്ല. അയ്യോ എനിക്ക് വേണ്ട മാഡം, ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. അത് സാരല്ല, ഞാൻ ഇവിടുന്ന് കഴിക്കുന്നത്. ഇപ്പൊ താൻ എന്തായാലും ഇവിടുന്ന് കഴിച്ചോ. ഏതായാലും അമ്മ പറഞ്ഞതല്ലേ,